ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഒരു ചോദ്യവും ആ ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത ബേസിക് ഫാക്റ്റുകളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, അസ്ഥിവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. മനുഷ്യനിലെ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു, അവയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാം. ഓപ്ഷൻസ് ഉണ്ട്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്, അല്ലെ? മനുഷ്യരിൽ 12 ജോഡി വാരിയലുകളുണ്ട്. മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളുണ്ട്. അപ്പം ഇതിൽ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് നോക്കാം, അതിൻ്റെ കൺസെപ്റ്റുകളിലേക്ക് കിടക്കാം. ആദ്യം നോക്കിക്കൊടുക്കാം, നമ്മുടെ മനുഷ്യരിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? നമ്മൾ PSC പഠിക്കുന്ന ഒരാൾ ആദ്യം പഠിച്ചു തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്ത്? ആ മനുഷ്യരിലെ ആകെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അതെത്രയാണ്? 206 അസ്ഥികളാണ് മനുഷ്യനുള്ളത്, അല്ലെ? 206 അസ്ഥികളാണ് ഉള്ളത്. നമ്മുടെ അസ്ഥി വ്യവസ്ഥയെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധാസ്ഥികൂടമെന്നും, അല്ലെ? അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധാസ്ഥികൂടമെന്നും. അതിൽ അക്ഷാസ്ഥികൂടത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? തലയോട്, മാറല്, വാരിയല്ലുകള്, നട്ടല്. അതിൽ തലയോടിലുള്ള അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? തലയോടിലുള്ള അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 29 അസ്ഥികളാണ് തലയോടിലുള്ളത്. മാറല് ഒരൊറ്റ മാറലാണുള്ളത്, മാറലിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 വാരിയല് ഒരു സൈഡ് 12, അങ്ങനെ 12 × 2 24 വാരിയല്ലുകളാണ് നമുക്കുള്ളത്. 24 വാരിയല്ലുകൾ. നട്ടല് കശേരുക്കൾ ചേർന്നതാണ്. അങ്ങനെ എത്ര കശേരുക്കൾ? 26 കശേരുക്കൾ ചേർന്നാണ് നട്ടല്. അങ്ങനെ ടോട്ടല് അക്ഷാസ്ഥികൂടത്തിലുള്ള അസ്ഥികളുടെ എണ്ണം പറയുവാണെങ്കിൽ 29 1 30, 30 + 24 + 26 എന്ന് പറയുമ്പോൾ എത്രയാണ്? 80 അസ്ഥികളാണ് അക്ഷാസ്ഥികൂടത്തിലുള്ളത്. അപ്പൊ പഠിച്ചോളുക, മനുഷ്യരിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. അസ്ഥി വ്യവസ്ഥയെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, അക്ഷാസ്ഥികൂടം എന്നും അനുബന്ധാസ്ഥികൂടമെന്നും. അക്ഷാസ്ഥികൂടത്തിൽ തലയോടിലെ എണ്ണം 29, മാറല് ഒരൊറ്റ മാറല്, വാരിയല്ലുകൾ 12 × 2 ടോട്ടൽ 24, ഒരു സൈഡ് 12, 12 × 2 24, നട്ടല് 26 കശേരുക്കൾ ചേർന്നതാണ്. അങ്ങനെ അക്ഷാസ്ഥികൂടത്തിലുള്ള അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 80 ആണ്. എത്രയാണ്? 80 ആണ്. ഇനി അനുബന്ധാസ്ഥികൂടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ തോൾ വലയം എന്ന് പറയുന്നത് 2, ഒരു സൈഡിൽ 2, 2 × 2 എന്ന് പറയുമ്പോൾ തോൾ വലയം എന്ന് പറയുന്നത് 4. തോൾ വലയം 4 ആണ്. കൈകളിൽ ഒരു കയ്യിൽ 30, അങ്ങനെ 30 × 2 60. കൈകളിൽ എത്ര ഉണ്ട്? 60. കൈകളിൽ എത്ര ഉണ്ട്? 60 അസ്ഥികൾ കൈകളിലുണ്ട്. ഇനി കാലിലേക്ക് വരുമ്പോൾ ഒരു കാലിൽ 30, 30 × 2 60. കാലുകളിലും 60 ഉണ്ട്. അതേപോലെ ശ്രേണി വലയം 1 ടോട്ടൽ ശ്രേണി വലയം എന്ന് പറയുന്നത് 2. അങ്ങനെ അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 60 + 60 + 4 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 126 ആണ്. ഈ അസ്ഥികളുടെ എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലിയർ ആയിട്ട് പഠിച്ചോളുക. എന്താ പറഞ്ഞത്? മനുഷ്യാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 206ഉം അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് തലയോട് 29, മാറൽ 1, വാരിയല്ലുകൾ 12, ഒരു സൈഡ് 12 × 2 24, നട്ടല് 26 കശേരുക്കൾ ചേർന്നത്. ഇനി അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് തോൾ വലയം 4, കൈകളിൽ 30 × 2 60, ശ്രേണി വലയം 2, കാലിൽ അസ്ഥികളുടെ എണ്ണം 60. അങ്ങനെ ടോട്ടല് 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളതെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ആ ചോദ്യത്തിലേക്ക് വന്നേ. ചോദ്യം എന്താ പറയുന്നത്? പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്, അല്ലെ? 206 അസ്ഥികളുണ്ട്. നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു, അസ്ഥികളുടെ എണ്ണം 206. ഇനി മനുഷ്യനിൽ 12 ജോഡി വാരിയല്ലുകൾ, അല്ലെ? ഒരു സൈഡ് 12, 12 × 2 24 പറഞ്ഞത്. അപ്പൊ 12 ജോഡി വാരിയല്ലുകൾ എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അല്ലെ? ഇനി നോക്കിക്കോളാം, മനുഷ്യരിൽ തലയോട്ടികളിൽ മാത്രം 32 അസ്ഥികൾ എന്ന് പറയുന്നുണ്ട്. ആണോ? നമ്മൾ അതാണോ പഠിച്ചത്? തലയോട്ടിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ് നമ്മൾ പഠിച്ചത്? 29 ആണ്, അല്ലെ? 29 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 32. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഏതൊക്കെയാ ശരി എന്ന് പറയുന്നത്? 1ഉം 2ഉമാണ് ശരി എന്ന് പറയുന്നത്. 1ഉം 2ഉമാണ് ശരി. അതിൽ ഏതാ ഈ ഒരു ഓപ്ഷൻ? 1ഉം 2ഉം ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കണ്ടോ? ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ ചോദ്യം ഡിമാൻഡ് ചെയ്യുന്ന ആൻസർ നമുക്ക് കിട്ടി. അതിൻ്റെ മറ്റ് റിലേറ്റഡ് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. പുതിയ SCRT കണ്ടന്റ് ആണ്.
അസ്ഥിയുടെ ഘടനയിൽ പഠിക്കുമ്പോൾ 2 ടേമുകൾ പഠിക്കണം. എന്താണ് പെരിയോസ്റ്റിയം, അതേപോലെ എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്താണ്. അതായത് നമ്മുടെ അസ്ഥികളിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക തരം കോശങ്ങളാണ്. അസ്ഥികളിൽ ഈ പറയുന്ന മിനറലുകളുടെ ഡെപ്പോസിറ്റിന് സഹായിക്കുന്ന, ധാതുക്കളുടെ ഡെപ്പോസിറ്റിന് സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പ്രത്യേക തരം കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഇനി അസ്ഥിയെ കവർ ചെയ്തിരിക്കുന്ന ആവരണം, അസ്ഥിയെ കവർ ചെയ്തിരിക്കുന്ന ആവരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയോസ്റ്റിയം എന്ന് മനസ്സിലാക്കാം. കിട്ടിയല്ലോ. എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്, എന്താണ് പെരിയോസ്റ്റിയം, ഇത് രണ്ടും ചോദിച്ചതാണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥിയിലെ മിനറൽ ഡെപ്പോസിറ്റ്, ധാതുക്കളുടെ നിക്ഷേപത്തിന് സഹായിക്കുന്ന പ്രത്യേക തരം കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്നും, അതേപോലെ തന്നെ പെരിയോസ്റ്റിയം എന്ന് പറയുന്നത് അസ്ഥിയെ കവർ ചെയ്തിരിക്കുന്ന, അസ്ഥിയെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന ആവരണകലയെ നമ്മൾ വിളിക്കുന്ന പേര് പെരിയോസ്റ്റിയമാണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് പെരിയോസ്റ്റിയമാണ് എന്ന് മനസ്സിലാക്കുക. കിട്ടിയല്ലോ, പറഞ്ഞ കാര്യം കിട്ടിയല്ലോ. അതേപോലെ തന്നെ ഈ ടേമുകൾ, അതായത് 2 അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്, ജോയിന്റ് എന്ന് പറയുന്നത്. ആ സന്ധിയിൽ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് ഈ പറയുന്ന ലിഗമെന്റ് എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, 2 അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകകല. 2 അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകകല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ലിഗമെന്റ്. എന്താ ലിഗമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകകലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. അല്ലെ? അതേപോലെ തന്നെ എന്താണ് തരുണാസ്ഥി എന്ന് പറയുന്നത്? ഈ പറയുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അസ്ഥികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അസ്ഥികളെ നമ്മൾ വിളിക്കുന്ന പേര് തരുണാസ്ഥി എന്ന് പറയും. ഇനി നോക്കിക്കൊള്ളുക, ഈ പറയുന്ന 2 അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ദ്രാവകമുണ്ട്, ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈനോവിയൽ ദ്രാവകം എന്ന് പറയുന്നത്. എന്താണ് സൈനോവിയൽ ദ്രാവകം എന്ന് പറയുന്നത്? അല്ലെ? ഈ സൈനോവിയൽ ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സൈനോവിയൽ സ്തരമാണ്. അപ്പൊ എന്തിനാണ് ഈ പറയുന്ന സൈനോവിയൽ ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? കാരണം 2 അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ്. അല്ലെ? അസ്ഥികൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു ഘർഷണം ഉണ്ടാവും. ആ ഫ്രിക്ഷൻ കുറയ്ക്കുക, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന സൈനോവിയൽ ദ്രാവകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇതിന് ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട ലിഗമെന്റ് എന്താണ്, സൈനോവിയൽ ദ്രാവകം എന്താണ്. 2 അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകകല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിഗമെന്റും. ഇനി അസ്ഥികൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രാവകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈനോവിയൽ ദ്രാവകമാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന സൈനോവിയൽ സ്തരമാണ്. എന്തിനാണ് ഈ സൈനോവിയൽ ദ്രാവകം സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഹർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് സൈനോവിയൽ ദ്രാവകത്തിന്റെ പ്രധാന ധർമ്മം അല്ലെങ്കിൽ പ്രധാന ഫംഗ്ഷൻ എന്ന് കൂടി അതുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ആ അസ്ഥി വ്യവസ്ഥയും അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റുകളും മനസ്സിലാക്കി. ഇതേപോലെ ഒരു ക്വസ്റ്റ്യനും അതിന്റെ കൺസെപ്റ്റുകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നോക്കിക്കൊള്ളുക, നമ്മുടെ LGS നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. നല്ല ആഴത്തിലുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന PSC എക്സാമുകൾ, കമ്പനി ബോർഡ് LGS ആയിക്കൊള്ളട്ടെ, VFA ആയിക്കൊള്ളട്ടെ, BSQLD ആയിക്കൊള്ളട്ടെ, ആ രീതിയിലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. മറ്റൊരു സെക്ഷനുമായിട്ട്, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.